ദൈവമേ ഒന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊതിച്ചു പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒന്ന് ഉറങ്ങി കിട്ടാൻ വെളുപ്പിനെ ഒന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ എന്നൊരു ഉറക്ക ഗുളിക കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കഴിച്ചിട്ട് ദാ എല്ലാ പാത്രങ്ങളും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. നീ എന്നാടാന്ന് വാചകം അടിക്കണ പാപ്പയോട്? അത് ശരിയാ. പാത്രമൊക്കെ ഉണ്ടായിരുന്ന കഴുകി വെച്ചു. അപ്പൊ ചേട്ടനെ കണ്ടി ഞാൻ ജോലിയൊന്നും ചെയ്യാനില്ലേ? ഇന്നലെ മൊത്തം കണ്ടെത്തി കിടന്ന് പണതു. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെളുപ്പിനാണെങ്കിലേ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. കിടന്നപ്പോൾ തന്നെ ഒരു തലവേദന ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വെയിലൊക്കെ കൊണ്ട് നമ്മളൊരു കുറച്ച് കപ്പയൊക്കെ നടാനുണ്ടായിരുന്നു. കപ്പയൊക്കെ നട്ട് ഫുൾ ടൈം വെയിലും കൊണ്ട് നന്നായിട്ട് പണിയെടുക്കുകയും ചെയ്തു. ഞാനങ്ങനെ ജോലിയൊന്നും ചെയ്യാറില്ല, പ്രത്യേകിച്ച് പറമ്പിലൊന്നും അങ്ങനെ പണിയാറില്ല. അതുകൊണ്ടായിരിക്കാം നന്നായിട്ട് വെയിലും കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ പോണത് ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോളും കൊണ്ടൊക്കെ തലയൊക്കെ മറിച്ച് വേർപ്പെല്ലാം ഇങ്ങനെ ഇറങ്ങി, കുറച്ച് വേർപ്പ് തലയ്ക്ക് അകത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വെളുപ്പിനപ്പോഴത്തേക്കും തലവേദന. അപ്പോൾ ചേട്ടൻ നല്ല ഉറക്കമാണ്. ചേട്ടന് പണിയെടുത്ത് മൊത്തം ക്ഷീണിച്ചാണ്. അപ്പോൾ ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ തലവേദന എഴുന്നേറ്റൊന്നും ചേട്ടൻ അറിഞ്ഞില്ല. എന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എന്നിട്ട് പോയിട്ട് ഒരു മെഫ്താളൊക്കെ എടുത്ത് കഴിച്ചു. വന്നിട്ടും തലവേദന ഒരു രക്ഷയില്ല. തലവേദന എന്നിട്ട് ഒരു ഷോൾ എടുത്തിട്ട് വട്ടം മുറുക്കി കെട്ടി. ആൺസൂട്ടനാണ് റൂമിൽ കിടന്ന് നല്ല ഉറക്കം. അവനെ അറിഞ്ഞത് പോലുമില്ല. എന്നിട്ട് ഷോൾ എടുത്ത് മുറുക്കി എന്നിട്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് ആദ്യം നമുക്ക് എത്ര മുട്ട കിട്ടി? 4. ഇപ്പം 3 പൊടിയായിട്ടാണ് കൊടുത്തേക്കണേ. ഓക്കെ. എന്നിട്ടാണെങ്കിൽ ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് ചേട്ടൻ കുറച്ച് നേരം തല ഇങ്ങനെ മസാജ് ചെയ്ത് എന്നിട്ടും തലവേദന ഒന്നും കുറയില്ല. ദൈവമേ ഒന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊതിച്ചു പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒന്ന് ഉറങ്ങി കിട്ടാൻ വെളുപ്പിനെ ഒന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ എന്നൊരു ഉറക്ക ഗുളിക കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കഴിച്ചിട്ട് കിടന്നു. കാരണം ഈ നോക്കാം മൊത്തം ക്ലീൻ ചെയ്യാൻ പോവാം. ഇവനാണെങ്കിലേ അറിഞ്ഞിട്ടില്ല എനിക്ക് തലവേദന വന്നതെന്ന് ഇവൻ അറിഞ്ഞ പോലും ഇല്ല. നീ അറിഞ്ഞില്ലല്ലോ? തലവേദന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് ഇങ്ങനെ തലവേദന ഉണ്ട്. തലവേദനയും കുളിരും എന്നാൽ വേർക്കുകയും ചെയ്യുന്നുണ്ട്. ഫാൻ ഇടുമ്പോഴത്തേക്ക് അങ്ങ് കൂടുവാണ് തലവേദന. ഞാൻ കറക്റ്റ് ഫാനിൻ്റെ അടിയിൽ കിടക്കുന്നത്. പക്ഷേ ഫാൻ നിർത്താൻ പറ്റുമോ? അപ്പോഴത്തേക്ക് വേർത്ത് അങ്ങോട്ട് കുളിക്കുകയോ ചെയ്യുന്നത്. അമ്മാതിരി തലവേദന. ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കഫക്കെട്ട് നീർക്കെട്ടല്ലാണ്ട് ഇളകിയതാണ്, വേറൊന്നുമല്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആവി പിടിക്കാൻ പറഞ്ഞു. തലവേദന എടുക്കുമ്പോൾ ആവി പിടിക്കാൻ കൊള്ളത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്നത്തേക്ക് ചൂടും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഒന്നോടെ തലവേദന വരുമ്പോഴത്തേക്ക് നനഞ്ഞെന്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞൊരു ഐസ് ക്യൂബ് എടുത്ത് നെറ്റിയിൽ വെച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു കോട്ടണിൽ പൊതിഞ്ഞിട്ട് നെറ്റിയിൽ ഇങ്ങനെ തലവേദന. ചേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. നേർക്കിട്ട് ഒന്നോടെ വെള്ളം ഇറങ്ങിയാലോ എന്ന്. അതും അറിഞ്ഞൂടാ കേട്ടോ. എന്താണെങ്കിലും തലവേദന എപ്പോഴാ ഉറങ്ങിയെന്ന് എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണേലും കോഴി പോകുന്നുണ്ടായിരുന്നു. 5 മണിക്കൊക്കെ ആയിരിക്കാം ഞാൻ എഴുന്നേറ്റ്. സമയം നോക്കിയൊന്നുമില്ല. ഇമ്മാതിരി ഒരു തലവേദന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്. അത് മൊത്തം മാറ്റം ഇടാം, എന്നിട്ട് വേണം റെഡിയാക്കാൻ. അതിനുശേഷം ചേട്ടൻ രാവിലെ എഴുന്നേറ്റു. എന്നെ വിളിച്ചില്ല കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി. ആ ഗുളികയുടെ ഒരു എഫക്റ്റ് വന്നപ്പോഴത്തേക്കും ആയിരിക്കും ഉറങ്ങിയത്. അതിനുശേഷം ഞാൻ എഴുന്നേക്കുന്ന 8 മണി ആയപ്പോൾ ചേട്ടൻ ഒന്ന് പതുക്കെ വിളിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. ഞാനൊരു 8:30 ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴത്തേക്കും തലവേദന ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ തലവേദന ഒന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിച്ച്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഒരു മന്ദതയിലിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ചേട്ടൻ ചായ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ വന്നൊരു കട്ടനൊക്കെ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ടു. ആവിയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ നല്ലൊരു മഴ പെയ്തു, ഇടിവെട്ടി പെയ്തു. പക്ഷേ ചൂടിനൊരു കുറവുമില്ല. പിന്നെ കപ്പ വാട്ടിയത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വലിയ ഇത്ര ഉള്ളൊരു കപ്പ കിട്ടിയതാണ്. നമ്മൾ കപ്പയെല്ലാം പറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്ന് കിളച്ച് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത്രയോ ഉള്ളൊരു കപ്പ ഇവനാണ് കിട്ടിയത്. അതിൻ്റെ പകുതി നമ്മൾ കടലയിട്ട് പുഴുങ്ങി കഴിച്ച് അതിൻ്റെ പകുതി വാട്ടിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ചേമ്പ് പുഴുങ്ങി അതിൻ്റെ ഒരു 3-4 കഷ്ണം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ രാവിലെ മിക്സ് ചെയ്തിട്ട് പിടപ്പിക്കല്ലടാ. രണ്ടും കൂടെ രാവിലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിച്ചു. ഇപ്പം വേണ്ട. അങ്ങനെ പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. ചെമ്പല്ലി മീൻ ഞാൻ ഇന്നലെ വൈകിട്ട് കിടക്കണതിന് മുമ്പായിട്ട് ചോറൊക്കെ വന്നിട്ടാണ് ഞാൻ ഇന്നലെ ചോറൊക്കെ ഇട്ടത്. അപ്പോൾ ചെമ്പല്ലി മീൻ ഫ്രിഡ്ജിലിരുന്നെടുത്ത് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പിന്നെ ഫ്രൈ ആക്കി. പിന്നെ ക്യാബേജ് തോരൻ വെച്ചു. തൈരുണ്ടായിരുന്നു. ഇത് 3 കൂടെ കഴിച്ചിട്ടാണ് ഇന്നലെ കിടന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ
ഈ രാവിലെ മീൻ വറുത്തതും കൂട്ടി പിന്നെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കിയിട്ട് ചേട്ടൻ മീൻ വറുത്തത് കഴിച്ചില്ല. ചേട്ടനെ മീൻ വറുത്ത കഴിച്ചിട്ട് എന്തോ ഗ്യാസ് കയറും പോലെ തോന്നിയെന്ന് പറഞ്ഞു. തൈര് മീനും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടായിരിക്കാം, ചിലർക്ക് പിടിക്കത്തില്ലല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കാം, വേറെ ഒന്നുമല്ല. ചേട്ടൻ പറഞ്ഞ മീൻ കഴിച്ചിട്ടല്ല ശരിക്കും. അങ്ങനെ രാവിലെ കപ്പ പുഴുങ്ങി കഴിച്ചു. ഇവൻ കഴിച്ചില്ല. നീ കപ്പ തിന്നോടാ? നീ എന്നെ തിന്നെ അവല്. ആൻസൂട്ടന് അവലാ കഴിച്ചത് കേട്ടോ. അവൽ ഇച്ചിരി പഞ്ചസാരം ചേർത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പം അതെ കുഴലപ്പം കഴിക്കും. കുഴലപ്പം കാണിച്ച് കുഴലപ്പം. പിന്നെ ഞാനാണെങ്കിൽ അരി തീർന്നു. അപ്പം ചേട്ടൻ ഇപ്പം പോയേക്കുവാണ്. വരുമ്പം ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ചെറുതാക്കിയിടാം അവിടെ തീയ, ഇച്ചിരി ചെറുതാക്ക്. 1.5 നാഴി അരി ഉണ്ടായിരുന്നല്ലോ, അത് ഞാനിപ്പം ഇട്ടേക്കുവാണ് ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനങ്ങനെ ചോറ് അധികം കഴിക്കാറില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെങ്കിലൊക്കെ പോകാം, എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ചേട്ടൻ എന്നോട് പറഞ്ഞു കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കമല്ല. അപ്പം ഞാനെടുത്തപ്പോൾ 1 മണി കഴിയുമ്പോൾ അടുത്ത മണി, 1 മണി കഴിയുമ്പോൾ അടുത്ത മണി എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ആളായിട്ട് ഇവിടെ നമ്മൾ കുറേ പൗഡറുകൾ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ടർമറിക്കും കൊറിയാണ്ടറൊക്കെ വാങ്ങി വെച്ചേക്കുക, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പം അതെടുത്ത് നമുക്ക് ടിന്നിനകത്തേക്കൊക്കെ വെക്കാം. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പൊ നമുക്കിപ്പോ ഇതെല്ലാം കൊണ്ടുവന്ന ടിന്ന് തികയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ഇതൊക്കെ വെക്കാനായിട്ട് നമുക്ക് ടിന്ന് തികയുന്നില്ല. തുണി വെക്കാനായിട്ട് അലമാരി അലമാരി വെക്കാനായിട്ട് അലമാരി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ തുണി വെക്കാൻ അലമാരി ഇല്ലാത്തതുകൊണ്ട് അലമാരി ഒരെണ്ണപ്പോ വാങ്ങിച്ചോണ്ട് വന്നിട്ടാണ്. 2 അലമാര നിറച്ചായി. പിന്നെ വാർഡ്രോബും ഈ ഇതിനകത്തിരിക്കുന്ന സംഭവത്തിൽ, ഭിത്തിയിലിരിക്കുന്ന സംഭവത്തിലെല്ലാം തുണിയായി. അതുപോലെയാണ് ഇപ്പം കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വെക്കാൻ ഇപ്പൊ ടിന്ന് തികയുന്നില്ലാത്തതാണ് പ്രശ്നം. ഞങ്ങൾ ഒരുമിച്ച് എടുക്കൂല, ക്രിസ്റ്റലിൽ പോയിട്ട് എല്ലാ മാസം ഒരുമിച്ച് ഈ പൗഡറുകളെല്ലാം വാങ്ങുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ കുറച്ച്, പിന്നെ കിടല, പയറ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓർക്കുന്നു എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ടിന്നിലേക്കൊക്കെ ആക്കി കുറച്ചൊക്കെ എടുത്തൊക്കെ വെച്ച് ആവശ്യാനുസരണമൊക്കെ തീരുമ്പോൾ കട്ട് ചെയ്തൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. എടാ കുഞ്ഞോട്ട കാണുമായിരിക്കും ഇവിടെ ആ കൊട്ടയ്ക്കകത്ത്. എടാ നമുക്കിപ്പോ 7 മുട്ടയല്ലേടാ കിട്ടിയേ? ഇത് കണ്ടോ, എല്ലാം നേരത്തെ പറക്കി വെച്ചേക്കാണ്. അപ്പൊ വായോ, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കാം. അപ്പൊ ആ സമയത്ത് ഞാനിതാ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു സമാധാനം. പാത്രം എല്ലാം ഞാൻ കഴുകി വെച്ചു രാവിലെ എഴുന്നേറ്റ്. ഞാനും ചേട്ടനും കൂടെ കൂടിയിട്ടാണ് കഴുകി വെച്ചത്. ചേട്ടനും ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. ചൂടുവെള്ളത്തിനോട് കളിക്കാൻ എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ചോറായി. ഇനിയിപ്പോൾ വേണ്ടത് ഇതെല്ലാം നാടിക്ക് പെറുക്കി വയ്ക്കണം. കറി പിന്നെ ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. വാങ്ങി വെച്ച പച്ചക്കറികളിൽ ഇച്ചിരി പച്ചപ്പയർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് നാടിക്ക് പറക്കാം. അപ്പോൾ എല്ലാ പാത്രങ്ങളും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ടിന്നിലേക്ക് മാറ്റണം. കാരണം ഇത് കുറേ പൊടികളൊക്കെയാണ് കേട്ടോ. കാശ്മീരി ചില്ലി, പിന്നെ കൊറിയാണ്ടർ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേ ഈ പൊടികളെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഞാനിപ്പോൾ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇന്നലത്തേക്ക് തന്നെ വയ്ക്കാം, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഓരോന്നും ഓരോ സ്ഥാനത്തേക്ക് മാറ്റണം. പൊടികളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പൊടിയാണ് കേട്ടോ. വേണ്ട, ഇത് കറി വെക്കണം. എണ്ണ വാങ്ങി ദൈവം നമ്പരാനറിയാം. ഇതൊക്കെ എന്തോ അവലോസ് പൊടി, ചില്ലി പൗഡർ. ഇത് മൈദ വാങ്ങിയതാണ്. മൈദ സത്യം പറഞ്ഞപ്പോഴേക്ക് ഇറിങ്ങിയായിരിക്കണം കേട്ടോ. ഇത് മറ്റേ കുട്ട് പുട്ടുപൊടിയാണ്. വീറ്റ് ഗോതമ്പ് പുട്ട്. പിന്നെ ഇത് റവയാണ്. റവ മാറ്റിട്ട് അങ്ങനെ ആ പാത്രം മാറ്റി. ഇത് പൊടികളാണ്. മല്ലിപ്പൊടി, പപ്പടം, വറക്കണ സാധനം. എന്തുവാ ഇത്? ബാറ്റ് പപ്പടം. ഇത്ര എടുത്തപ്പോഴത്തേക്ക് ചെരിഞ്ഞ്. ഈ സാമ്പാർ പൊടിയാണല്ലേ, സാമ്പാർ പൊടി. ഇനിയിപ്പോൾ പോകുമ്പോൾ സാമ്പാർ പൊടി വാങ്ങണം. ഗരം മസാലകളെല്ലാം എടുക്കില്ലേ. പിന്നെ കടുകും ഉലുവ അതും കൂടെ ഇങ്ങോട്ടേക്ക് വെച്ചേക്കാം. അവലോസോടിയൊക്കെ മാറ്റാം. ഇതിൻ്റെ അളപ്പ് ഏതപ്പാ? ഇതാണോ? അല്ലല്ലോ, ഇതായിരിക്കില്ലേ? അല്ലല്ലോ, ഇതാണോ?
അങ്ങനെ ഒരു ടിന്ന് നിറച്ച് മസാല. ഇപ്പൊ വേറെ മസാലയൊന്നുമില്ലല്ലോ. അടുത്തത് ഇതിനകത്തേക്ക് നമുക്ക്, എടാ ആനസാ ഒന്നിങ്ങ് വരാവോ, ഒന്ന് തുടയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് റവ, റാഗി, വീറ്റ് ഗോതമ്പ്, മൈദ, പിന്നെ ഇത് മുളക്, ഈ വറുക്കുന്ന സാധനം. റവയൊക്കെ പൊട്ടിച്ച് ഞാൻ ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട്. തീരുമ്പോൾ ഇനിയിപ്പോൾ മേലെടുത്താൽ മതി. പിന്നെ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ആയല്ലോ. ഒഴിഞ്ഞ് പൊട്ടിക്കാവാ ടിന്ന് ആദ്യം എടുക്കത്തിലൊക്കെ. ഇത് അയ്യോ, അപ്പൊ ഒരു പയർ. അത് നിറച്ച് സാധനങ്ങൾ ഇരിക്കും. അത് ഞാൻ കണ്ടില്ല കേട്ടോ. അടുത്ത് കാശ്മീരി, അടുത്ത മീറ്റ് മസാല. ഇതൊരു സെറ്റ് പെയിന്റ് വാങ്ങിയതാണ്, അക്രിലിക് ആർട്ട് ബോട്ടിൽ ആർട്ട് നടത്താൻ വേണ്ടി വാങ്ങിയതാണ്. ആൻസ് വാങ്ങിയ സോപ്പ്. ആൻസിന്റെ സോപ്പ് ഉണ്ട്. ആൻസിനെ കളിയാക്കുന്നായിരുന്നു. ക്യൂട്ടി. പിന്നെ ഇതെന്ത് വരുന്ന മുതിരപ്പയർ. മുതിരയാണ് കേട്ടോ, മുതിര. പിന്നെ സാമ്പാർ പരിപ്പ്, വീണ്ടും ഒരു മീറ്റ് മസാല. ഇത് മറ്റേ പരിപ്പാണ് കേട്ടോ, രജ്മ പയർ എന്ന് പറയണ. കിഡ്നി പയർ എന്നൊക്കെ പറയത്തില്ല, കിഡ്നി ബീൻസ്. രാജ്മ പയർ തീർന്നായിരുന്നു. ഇത് വീണ്ടും ഒരു മീറ്റ് മസാല. മീറ്റ് മസാല കൂടുതൽ കാരണം ഇത് ഞാൻ പല്ല് തേക്കാനായിട്ടൊരു ബ്രഷ് വാങ്ങിയതാണ്. അങ്ങനെ ഈ സാധനങ്ങളൊപ്പം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തെ പഞ്ചസാര ഒന്നും എടുത്ത് വെച്ചില്ല. പഞ്ചസാര ഇതിനകത്ത് ഇറങ്ങട്ടെ. ഒരെണ്ണം പൊട്ടിച്ചാൽ ഇട്ടു. അപ്പം ഒരു കാര്യം ചെയ്യാം. പരിപ്പ്, മുതിര, ഗ്രീൻ പീസ് അവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ നിറച്ച് വെച്ച് ഇതിനകത്തേക്ക് കശ്മീരിലേക്ക് ഇങ്ങനെ സ്ഥലം ഉണ്ടാവില്ല. അത് അങ്ങോട്ട് ഇരിക്കട്ടെ. കാശ്മീർ പയറും അതിനകത്ത് ഇരിക്കട്ടെ. ബാക്കി വന്ന പൊടി വളരെ പപ്പടം ഇന്ന് കാച്ച. അതും തലവേദന എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ BP നോക്കി. എനിക്ക് BP ഭയങ്കര ലോയാ. നല്ല തലവേദനയുടെ സമയത്ത് എൻ്റെ BP ലെവല് 138, 89, 72. പൾസ് റേറ്റ് 72. പൾസ് റേറ്റ് വലിയ കുഴപ്പമില്ല, പക്ഷെ BP ഹൈ ആയിപ്പോയായിരുന്നു. എന്തോ ഇത് കണക്കിനില്ല ഏതിലാ. പിന്നെ ഈ അവലോസ് പൊടി അത് അതിനകത്തിരിക്കട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ എന്നുള്ള കാര്യത്തിൽ. ഇനിയുണ്ട് എടുത്തു വയ്ക്കാൻ. ഇത് തൽക്കാലം ഇതും ഇപ്പൊ തൽക്കാലം നമുക്ക് വേണ്ട. ഈ ഒരു സാധനം എടുത്ത് വെച്ചില്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ അവലുണ്ടാവും അതിരിക്കട്ടെ അല്ലേ. അപ്പോൾ അതിൻ്റെ അളപ്പ് അവിടെ ഇരിക്കണം. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇങ്ങനൊരു പാത്രമുണ്ട്. കുറേ പണിയുണ്ട് തീർക്കാനായിട്ട്. കാരണം ആൻസൂട്ടിൻ്റെ സ്റ്റഡി ടേബിളൊക്കെ കൊണ്ടുവന്നെങ്കിലും പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയ ബുക്കൊക്കെ അതിനകത്തേക്ക് വെക്കാമെന്ന് വിചാരിക്കും. പഴയ ബുക്കൊക്കെ അടിയിലേക്ക് എല്ലാം വെച്ചിട്ട് അവന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റാനൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കും പറക്കലും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. നമ്മൾ വേറൊരു കടയിൽ പോയതായിരുന്നേ. ഈ പാത്രം തേക്കുന്ന സ്പോഞ്ചാണ് കേട്ടോ. കണ്ടോ, ഇത് സ്റ്റൗവിൻ്റെ. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എടുക്കാം. സ്റ്റൗ കത്തിക്കുന്ന. പിന്നെ ഞാൻ കണ്ടത് ഹവി വാങ്ങിയതാ. ചക്കയൊക്കെ ഇനിയിപ്പോൾ വറുത്ത് കോരാനൊക്കെ എളുപ്പമൊക്കെ ആണല്ലോ നമുക്ക് ഓർത്തും.
എനിക്ക് തവി കുറവായതുകൊണ്ട് ഒരു തവിയുടെ എക്സ്ട്രാ വാങ്ങിച്ചാണ്. പാത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടത്തില്ല, വാങ്ങും. ഇത് മീൻ വെട്ടുന്ന കത്രികയാണ്. ഇവിടെ ഇരിക്കുന്ന കത്രികയുടെ മൂർച്ച പോകും. പിന്നെ ഇത് മേലൊക്കെ തേച്ച് കഴുകാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പം നിലവിലൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാമെങ്കിൽ എടുക്കണില്ല, തൽക്കാലത്തേക്ക് എടുക്കണില്ല. അവിടെ ഇരിപ്പുണ്ട് 2 പിന്നെ മീൻ വെട്ടുന്ന കത്രിക എടുക്കാം. പിന്നെ മീൻ വെട്ടേണ്ട ഒന്നും വരില്ല, നമുക്ക് മീൻ വീട്ടിൽ കൊണ്ട് തന്നെ ചേട്ടൻ മീനൊക്കെ വെട്ടി ക്ലീനാക്കിയാണ് തരുന്നത്. ഇപ്പം ഇത് മൊത്തം ഞാനൊന്ന് അടുക്കി ആ അടിയിലേക്കായിട്ട് സ്ലാബിൻ്റെ അടിയിലേക്കാണ് ഞാൻ എടുത്ത് വെക്കുന്നത്, എടുക്കാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആരും കാണുമോ ഇല്ല, ഈ ഫ്രിഡ്ജിൻ്റെ മറവിലായിട്ട് ആ ഒരു സൈഡിൽ ആ ഒരു പോർഷനിൽ അവിടെ അങ്ങ് ഒതുങ്ങിയിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് 10-25 വർഷം പഴയ വീടല്ല. ഈ വീട് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഈ അടുക്കളയിലെല്ലാം മറിച്ചും തിരിച്ചും ഉള്ള അങ്ങനെയൊന്നുമല്ല. അന്നത്തെ രീതി എന്ന് വെച്ചാൽ സ്ലാബ് വെറുത്ത് പോലെ പണിയുന്നു, അവിടെ പാത്രങ്ങളെല്ലാം വെക്കുന്നു. കണ്ടിട്ടില്ലേ ഇങ്ങനെ പല ടൈപ്പിലുള്ള ഇങ്ങനെ ടിന്നുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു അടപ്പും മുറിയൊക്കെ ഉണ്ടാക്കുന്ന ഫാഷൻ രീതിയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ അടപ്പുണ്ടാക്കാം, ഇതിലുണ്ടാക്കാം. പിന്നെ ചേട്ടൻ ഇപ്പം ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വേറൊരു വീട് പണിയാകുമ്പോൾ നമ്മുടെ സ്ഥലമൊന്നും ഇവിടെ അല്ലല്ലോ കിടക്കുന്നത്. അപ്പം ഭാവിയിലേക്ക് അങ്ങോട്ടൊക്കെ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഇതിലേക്കൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പലഹാരങ്ങൾ ഇനി ഇരിപ്പുണ്ട്, ഇതുണ്ട്. എല്ലാം കൂടി കുഴഞ്ഞ് പൊട്ടിച്ചാടി കിടക്കും അതിനകത്ത്. ഒക്കെ അറിഞ്ഞൂടാ. ആൻസിങ് വന്നേടാ, ആൻസേ ഇതെ കൊണ്ട് കളയാൻ പറയാം. ഇതിനകത്ത് കൊണ്ടുപോകാൻ ചെറിയ പൊട്ടിച്ചത് ബാക്കിയുള്ളത്. ആൻസേ വന്നേണ്ടാ, ഇതും കൂടെ കോഴിക്ക് കൊടുത്തോ. ടിന്നുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ആയി. ഇത് വേറെ പാത്രത്തിലേക്ക് ഇട്ടേക്കാം. ഇനിയിപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കട്ടെ. അപ്പോഴേ നമ്മൾ എല്ലാം അടുക്കി പറക്കേൻ്റെ അടിക്കട വെച്ചിട്ടോ. ഇത് നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ തീറ്റയാണ്. അവൻ ഓടി വരും. അപ്പോൾ ദുർഗയുടെ പോട്ടെ, പഴയ പൂച്ചയുടെ പേരായിരുന്നു ദുർഗ എന്നെൻ്റെ ചെറുപ്പത്തിലുള്ള പൂച്ചയുടെ പേര്. എപ്പോഴും എൻ്റെ വായിലാണ് വന്നിട്ട് വരുന്നത്, ഇപ്പോഴും അതാ വരുന്നത്. എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ പ്രാണിയുടെ കുഞ്ഞ് എപ്പോഴും ഓടി വരുവേ. അതുകൊണ്ട് അവന് വേണ്ടി തീറ്റ വച്ചിരിക്കുന്നത്. വെളിയിൽ വെച്ച് കഴിഞ്ഞാലേ വേറെ വീട്ടിലെ പൂച്ചകളെല്ലാം വന്ന് കണ്ടൽപ്പൂച്ചകളൊക്കെ കയറി വന്ന് അതിനെ കടിച്ചിട്ട് പോകും. എന്നിട്ട് ഈ തീറ്റ തിന്നാൻ വേണ്ടി വരുന്നതാ. അപ്പം അതിനെയൊക്കെ കടിച്ചിട്ട് പോകുമ്പോൾ അതിന് തീറ്റയും കിട്ടത്തില്ല. കഴിക്കാതെ നിന്നുവാണെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓടി വരാം. കുഞ്ഞ് വിശന്ന് കഴിയുമ്പോൾ മുകളിൽ കൂടെ കയറിയാണേലും ഈ എയർ ഹോൾ ഉണ്ടല്ലോ, അതിൽ കയറി ചാടി വരും. നല്ല പൊടിയുണ്ട് കേട്ടോ നിലത്ത്. ഈ അടുക്കള വഴി എപ്പോഴും ഇങ്ങനെ കോഴിക്കോട്ടിലൊക്കെ പോയിട്ട് അടുക്കള വഴി കയറി വരുമ്പോൾ ചിലപ്പം ഗ്യാസൊക്കെ ഓടി കയറി പോരും. അത് ചവിട്ടിയാലൊക്കെ ഒന്ന് ചവിട്ടിട്ട് ആന പൊടി ഒന്ന് തേച്ച് ഒന്ന് കൊട്ടി കുടഞ്ഞിട്ടൊക്കെ വരത്തില്ല. എത്ര ചെരുപ്പിട്ടാലും ചെരുപ്പിൻ്റെ ഉള്ളിൽ കൂടെ പൊടി കയറും. അത് മൊത്തം നേരെ കൊണ്ടുവന്ന് അടുക്കളയിലേക്കാണ്. എനിക്ക് അടിച്ചുവാര് തന്നെ ഇവിടെ ജോലി. ഞാൻ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ഈ അടിച്ചുവാരാണ്. ഇതെല്ലാം ഞാൻ അടുക്കള എല്ലാം നന്നായിട്ട് തുടച്ചിട്ടതാണ്. എന്നിട്ടിപ്പം വന്നേക്കുന്ന പൊടി ഞാൻ കാണിച്ചുതരാം നിങ്ങളെ. നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും. ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഉള്ളിത്തൊണ്ടൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതുണ്ടോ ഇതിൻ്റെ അടിയിൽ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇവിടെയാണെങ്കിലും എല്ലാം ഒതുക്കി വെച്ചു. അലമാരിയിലെല്ലാം കയറത്തില്ല, അതുകൊണ്ടാണ് ഈ പാത്രങ്ങളെല്ലാം അതിൽ വച്ചിരിക്കുന്നത് കേട്ടോ. അത് സ്ലാബിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണോണ്ടേ ആരും കാണത്തില്ല. ഞാൻ വെച്ചിരിക്കുന്നതൊക്കെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയാണ്.
എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇപ്പം നിലവിൽ ഇങ്ങനെയാണ്. പിന്നെ എത്രയൊക്കെ നമ്മൾ അടുക്കി വെച്ചാലും ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എത്രയൊക്കെ നമ്മൾ അടുക്കി വെച്ചാലും ഞാൻ വയ്ക്കുന്ന പാത്രങ്ങളുടെ സ്ഥാനമോ ഒന്നും അവിടെ തന്നെ ഇരിക്കത്തില്ല. ചേട്ടൻ എടുത്തോണ്ട് പോകുമ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തോന്നുന്നിടത്ത് കൊണ്ടിടും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. കാര്യം പറഞ്ഞാൽ നല്ല അടുക്കുന്നിട്ടേ ചേട്ടൻ, പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്. എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വെക്കത്തില്ലേ, വല്ലാത്ത പ്രശ്നം. 12 മണിക്ക് വരുമെന്നും പറഞ്ഞു പോകുന്നു. ഈ നേരമാണോ? 12 മണിയായി. ഞാൻ നോക്കിയിട്ട് ഒരു പണി കാണാത്തോണ്ടെന്നാ പിന്നെ അതങ്ങോട്ട് അടുക്കി വെച്ചേക്കാന്ന് വിചാരിച്ച്. നേരത്തേക്കാണെങ്കിൽ പകല് കിടന്നു. ഇപ്പൊ പകല് കിടന്ന് ഉറങ്ങാത്തത് കൊണ്ട് കോളേജിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇച്ചിരി റിപ്പീറ്റിനെ തലവേദനയൊക്കെ ഇറങ്ങി എന്നോട് കിടക്കും. അല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ അങ്ങ് തുടച്ചിട്ടേക്കാം. എന്നടാ വാ, ഞാൻ കണ്ടില്ലല്ലോടാ. നിങ്ങൾ ചാരി വെച്ചതിനകത്തൊരു പഴുതാല കുഞ്ഞ് ഇറങ്ങി. ആ സാധനങ്ങൾ എന്തായാലും ഒരു ചോറും മറ്റാണെങ്കിൽ ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ 10 ചവിട്ടും ചവിട്ടി കാണാൻ ആരും എടുത്ത് കളയത്തില്ല, ആരും കളയത്തില്ല. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ചവിട്ടി അങ്ങ് നടക്കും. അപ്പൊ എന്നാ പറ്റണേ? അത് ആ ടൈലേലൊക്കെ അങ്ങോട്ട് ഒട്ടിയിട്ട് ഒന്നാമത് ചോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗമ്മ പശയാണ്. ഒട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലോ അതവിടെ ഇരുന്നിട്ട് പിന്നെ കറുത്ത് അതൊരു പാടായിട്ടിരിക്കും. ഇത് എൻ്റെ പരിപാടി വെച്ചാൽ പിന്നെ അടുക്കള തുടയ്ക്കാൻ വരുമ്പോൾ ഈ കറുത്ത പാട് കൈ കൊണ്ട് ഇളക്കും നഖം കൊണ്ട് ഇളക്കും പോവില്ല. പിന്നെ കത്തി വെച്ചിട്ട് ചിരണ്ടേണ്ട വരും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആ ഒരു കാര്യത്തില് ബെസ്റ്റ് ആ കറണ്ട് അങ്ങ് പോയി. മിഠായി വാങ്ങിയതാ പിന്നെ തീറ്റ കഴിഞ്ഞിട്ട് അതവിടെ ഇട്ടിട്ട് തൈക്കള്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു പാത്രമാണ്. ഇത് ഞാൻ കാണിച്ചുതരാം വീഡിയോയുടെ ലാസ്റ്റ്. കട്ടിങ്ങിന്റെ പാത്രമാണ്. എല്ലാം ഞാൻ നല്ല ഭംഗിക്കൂടെ അടുക്കി വെച്ചതാണ്. അങ്ങനെ സമയം ഏകദേശം ഉച്ചയോടെ അടുത്തിരിക്കുന്നു. നിന്റെ ഫോണാണോടാ ബെല്ലടിക്കണേ? പിന്നെ പുരുഷന്മാരെ കൂടെ വരാതെ നിന്റെ പാട്ടല്ലേ? എന്നെ ഇപ്പൊ BSNLിലേക്ക് വിളിക്കാൻ മാത്രം ആരുമില്ല. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ പണിയൊക്കെ തീർന്നു. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയൊരു പാത്രമായിരുന്നു കേട്ടോ ഇത്. ഇതിനകത്ത് 400 സംതിങ് രൂപയായിരുന്നു. ഇത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഞാൻ വരുത്തിയത് കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി എടുക്കാറുള്ളേ, കാരണം എങ്ങാനും വന്നില്ലെങ്കിലോ. അപ്പം ദാ ഇത് എന്താണ് അതിൻ്റെ ഇവിടെ വെച്ചിട്ട് പല സാധനങ്ങളും നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ ആ ഒരു ബ്ലേഡ്? അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നിറച്ച ഓട്ടയാണ് ഈ പാത്രം, കണ്ട നിറച്ച ഓട്ടയാണ്. അപ്പം നോക്കാം
ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ അരിയാണെങ്കിൽ ഇതിനകത്തേക്കെല്ലാം വീണ് കിടക്കും. എന്നിട്ട് വേണമെങ്കിൽ കഴുകി കോരി മാറ്റാം. അപ്പം ഈ രണ്ട് പാത്രങ്ങളും കൂടെ വേണമെങ്കിൽ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ വെള്ളമൊക്കെ വേണമെങ്കിൽ കഴുകിയിട്ട് ഇതിനകത്തേക്ക് വെച്ചാൽ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് വീണ് കിടന്നോളും. നല്ല സൂപ്പറാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല മോഡലൊക്കെ അരിയാട്ടോ. ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കാം, ഇതുപോലെ അരിഞ്ഞെടുക്കാം, ഇങ്ങനെ അരിഞ്ഞെടുക്കാം, ഇതിൽ വെച്ചിട്ട് തീരെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം, കോല് പോലെ അരിഞ്ഞെടുക്കാം, ഇച്ചിരി കട്ടിയിൽ അരിഞ്ഞെടുക്കാം. നല്ല മൂർച്ചയുണ്ട്. കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോയിൽ നിന്നാണോ എന്ന് മറന്നു. രണ്ടിടത്തും ഉണ്ട് കേട്ടോ. മീഷോയിലും ഉണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങി. അങ്ങനെ ഒരു 3 പാത്രം. ഇത് കണ്ടതുകൊണ്ട് മാത്രം വാങ്ങി. വെച്ചാൽ അരി എളുപ്പമാണ്. നമ്മുടെ ബ്ലേഡ് പോലെ കുത്തി പിടിക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ ജസ്റ്റ് പിടിക്കുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, അങ്ങ് അരിഞ്ഞ് അങ്ങോട്ട് വിടുന്നു. നല്ല സുഖമാണ്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ അരിയാം. ഏത് രീതി വേണമെങ്കിലും തിരിച്ചു വെച്ചിട്ട് അരിയാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ആ പാത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. നല്ല സൂപ്പർ പാത്രമല്ലേ? കമൻറ്റ് ഇടണേ. അങ്ങനെ നോക്കിയിരുന്ന് ചേട്ടൻ വന്നു. ചേട്ടനാണെങ്കിൽ അരി വാങ്ങിച്ചോണ്ടാണ് വന്നത്. അമ്മ റൈസാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ അത് നമുക്ക് ആ ബക്കറ്റിലേക്ക്, പച്ച ബക്കറ്റിലേക്ക് ഇടണം. നമുക്ക് ഈ വേസ്റ്റ് ഉണ്ട്, അതുകൂടെ നമുക്ക് ആൻസ് അവിടെ പേപ്പറെല്ലാം കത്തിക്കാൻ പോയേക്കും. ആൻസിൻ്റെ കയ്യിലേക്ക് നമുക്ക് അതും കൂടെ കൊണ്ട് കൊടുക്കാം. ചേട്ടനാണെങ്കിൽ കുറച്ച് തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രബറാ? അത് വേണ്ടടാ, കുഞ്ഞിതല്ലേ. ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് കുഞ്ഞ് കുറച്ച് വേസ്റ്റ് ഉണ്ട്. അതുങ്ങളെ കത്തി കഴിയുമ്പോൾ വാരി ഇടണം കേട്ടോ. തീ കത്തി പിടിച്ച് കഴിയുമ്പോഴേ അത് സാരമില്ല. ആ തീ പിടിച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ലടാ. നീ കത്തിച്ചോ, കൂട്ടിയിട്ടിട്ട് കത്തിക്ക. തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇടണ്ട കേട്ടോ. നീ എന്നടാന്ന് വാചകം അടിക്കണ പപ്പയോട്? അത് ശരിയാ. നമ്മളൊരു സ്ഥലത്ത് മറ്റേ വീട്ടിൽ കിടന്നപ്പോ അവിടെ പറമ്പ് വിറകോട്ടാ 2-3 റബ്ബറിന്റെ വേണ്ടി റബ്ബർ വേറെ റബ്ബർക്ക് തങ്ങിക്കല്ലായിരുന്നു. ഞാൻ അത് വെട്ടിയപ്പോ അമ്മച്ചെന്നെ പിടിച്ചിട്ടാ മോള് വാൻ കുത്തിട്ട് അടിവാൻ പൊങ്ങിയില്ലേ, പറഞ്ഞില്ലേ സൂക്ഷിച്ചിട്ടെണ്ണ താഴേക്കുള്ളൂന്ന്. അപ്പൊ അമ്മച്ചെന്നെ ഭരിച്ച് നിരത്തിട്ട് ഞാൻ എന്റെ അടിയിൽ പോയത് ജസ്റ്റ് മിസ്സിന. അല്ലെങ്കിൽ ഇപ്പൊ പടായാൻ. നീ പടായാണല്ലേ? എനിക്ക് അതെന്നാന്ന് ഇങ്ങനത്തേക്ക് കഴിക്കാം. ഇന്നലെ ചേട്ടനെ മീൻ കൂട്ടിയിട്ടല്ല ബുദ്ധിമുട്ട് വന്നേ, തൈരും മീനും കൂടെ കൂട്ടിയിട്ടാ ബുദ്ധിമുട്ട് വന്നേ. എന്നടാ ഇച്ചിരി ആടാ. ടെസ്റ്റ് ചെയ്തിട്ടാ പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ. ആദ്യം അപ്പൻ ടെസ്റ്റ് ചെയ്യും, പിന്നെ അമ്മ ടെസ്റ്റ് ചെയ്യും. അയ്യോ ആണ്ട പോയി. മൂത്ത തേങ്ങയാണല്ലോ ചേട്ടാ. ലാസ്റ്റ് കുടിച്ചോട്ട് വേണം പാത്രം കഴുകാൻ. പാത്രം കഴുകാൻ എല്ലാവർക്കും മടി. എനിക്കാണെങ്കിൽ ഞാൻ കഴിക്കോ, ഒരു വിരോധം ഇല്ല. എന്നാ ഉണ്ടാക്കാൻ. ഇത് മൂത്ത തേങ്ങ കേട്ടോ. ഈ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ കൊത്തിടാന്നല്ല. അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പണികൾ ഇതൊക്കെയായിരുന്നു. കുക്കിങ് തന്നെ കണ്ടാലും ബോറല്ലേ. അപ്പം അല്ലാത്ത ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ. അല്ലടാ ആൻസേ, കുക്കിംഗ് അല്ലാത്ത ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേടാ. എന്തൊക്കെ ചെയ്തു. ആ വീട് മൊത്തം തുടച്ചിട്ടു. ആ പൊടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല ടിന്നിനകത്തേക്ക് മാറ്റി. പാത്രമൊക്കെ ഉണ്ടായിരുന്ന കഴുകി വെച്ചു. അപ്പൊ ചേട്ടന്റെ കണ്ണി ഞാൻ ജോലിയൊന്നും ചെയ്യണില്ലേ? ഇന്നലെ മൊത്തം കണ്ടെത്തി കിടന്ന് പണിതു. എന്നതാ ചിരിക്കണേ? ഇവിടെ ആർക്കും എനിക്കൊരു വിലയും തന്നില്ല. ഒരു വിലയില്ലെന്ന്.
പോയാ അത് എന്നാളാ ആ തൂത്തായ പൂവും ചാടിച്ചു കളഞ്ഞു ഫസ്റ്റ് ദേന്ന് പറയണ ആ പൂവേടെ ഒരു വലി പുളി ഉണ്ടായ ചേട്ടാ പൂവിന്ന് പുളി വിരിഞ്ഞോ ആ മഴ പെയ്താ ചേട്ടാ പൂ മൊത്തം പോയി ആ അതെ പുളി വിരിഞ്ഞല്ലോ ദേ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാ എടാ കൈക്ക് വേദന എഴുതി പിടിച്ചോണ്ട് നിൽക്കണതാ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു സിംസ് ബൈ.